ആദ്യം ഒരു പ്രതികരണത്തിലേക്ക് വരാം. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള ചേരിപ്പോരിനെതിരെ കരുനാഗപ്പള്ളി നിയുക്ത കോൺഗ്രസ് MLA CR മഹേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ ഒന്ന് വായിച്ച് വരാം. ധർമ്മിടത്ത് സാക്ഷാൽ പിണറായി വിജയൻ കുറച്ചെങ്കിലും ധർമ്മസങ്കടത്തിലായെങ്കിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM-ന് പോലും അടി പതറാമെങ്കിൽ ജനാധിപത്യത്തിന്റെ ഉൾക്കരുത്ത് കാണാതിരുന്നുകൂടാ. ഇത് CPIM-ന് മാത്രമല്ല ബാധകം. 50,000-ഉം 80,000-ഉം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച UDF മണ്ഡലങ്ങളിലും ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാം. അതാണ് ചരിത്രവും കാലവും. പല്ലുകുത്തി മണപ്പിക്കുന്നതിനെയും സുഗന്ധമായി കാണുന്നവർ, നാറുന്നതും മണക്കുന്നതും അറിയാത്തവർ, ജനവികാരം കണ്ടില്ലെന്ന് നടിക്കുന്നവർ, എല്ലാം ഇവിടം കൊണ്ട് തീർന്നു എന്ന് കരുതുന്നുവെങ്കിൽ തെറ്റാണ്. അല്പമെങ്കിലും ഇന്ത്യയിൽ അവശേഷിക്കുന്നത് പോലും നഷ്ടപ്പെടും. ഇത് പക്ഷം പറച്ചിലായി കാണേണ്ട. വിശക്കുന്നവന്റെ, വിയർക്കുന്നവന്റെ, പണിയെടുക്കുന്നവന്റെ, ഈ മഹാപ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവന്റെ, ജനാധിപത്യത്തിൽ മാറിയും തിരിഞ്ഞും പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷമതികളായ ജനങ്ങളുടെ ഹൃദയവികാരം പങ്കുവച്ചു എന്നു മാത്രം. CR മഹേഷിനുള്ള വിവേകം പോലും നമ്മുടെ മുതിർന്ന നേതാക്കൾക്ക് ഇല്ലാതെ പോയി. അവസരങ്ങൾ ഇനിയും വരും. തങ്ങളുടെ അവസരത്തിനായി കാത്തിരിക്കാം. ഇപ്പോൾ ആഭ്യന്തരമോ ധനകാര്യമോ ഏറ്റെടുക്കാം എന്ന് ഈ 3 നേതാക്കളിൽ 2 പേർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ മിന്നും വിജയത്തിന്റെ തിളക്കം ചോരാതെ പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുമായിരുന്നു. വലിയ പ്രതീക്ഷകളോടെ UDF-നെ അധികാരമേൽപ്പിച്ച സമ്മതിദായകരുടെ മുഖത്ത് നോക്കി കൊഞ്ഞണം കുത്തുകയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത്.